$1899 ഒരു സ്മാർട്ട് വാച്ച്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? എങ്കിൽ വിശ്വസിച്ചോളൂ. നമ്മളിന്ന് പരിശോധിക്കുന്നത് pTron എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഫോഴ്സ് X10E എന്ന സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം 1899 ഒരു നല്ല ഹെഡ്സെറ്റ്, ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പോലും കിട്ടില്ല. നല്ല ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്, ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് എങ്ങനെ പോയാലും ഒരു 2500 രൂപ 3000 രൂപ പ്രൈസ് റേഞ്ച് ആവും. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സ്മാർട്ട് വാച്ച് 1899 വിൽക്കുന്നത്. ഈ ഒരു ഫോഴ്സ് X10E എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബോക്സിനകത്താണ് pTron ഫോഴ്സ് X10E എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. ഇവിടെ ഇതുപോലെ ബ്ലൂടൂത്ത് ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. വെയർ യുവർ ഫോഴ്സ്. അപ്പോൾ സ്മാർട്ട് വാച്ച് ഇതേ ഇരിക്കുന്നു. ഇത് കൂടാതെ ഇതിനോടൊപ്പം ഉള്ളത് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചാർജിങ് കേബിൾ, മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വളരെ മിനിമലിസ്റ്റിക് ആണ്. കൂടാതെ ഒരു ഇത്തരം ഒരു കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡിനകത്ത് QR കോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇത് വെച്ച് QR കോഡ് വഴി റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം യൂസർ മാനുവലൊക്കെ എടുക്കാം. സ്മാർട്ട് വാച്ച് ഇതേ ഇരിക്കുന്നു. അതിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ pTron എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഡിസൈനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മെറ്റാലിക് കേസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇത്തരം പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് റേഞ്ചിലൊന്നും മെറ്റാലിക് കേസ് കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ മെറ്റാലിക് കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഇവിടെ ബാക്കിൽ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ pTron എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇത് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കുന്നു. ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ സ്ട്രാപ്പാണ്. പുറത്ത് ഒരു ചെറിയ ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു സ്ട്രാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു റഫ് രീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസബിൾ സ്ട്രാപ്പാണ്. ഈ ഒരു ബക്കിൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാപ്പ് റീപ്ലേസ് ചെയ്ത് ഒരു 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആയിട്ടുള്ള സ്ട്രാപ്പ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. വെറും 31 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും നമ്മൾ ഇത്തരത്തിൽ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് സത്യത്തിൽ കയ്യിലുണ്ട് എന്ന് പോലും പറയത്തില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച്. 1.7 ഇഞ്ചിൻ്റെ 2.5D ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ, അതും HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ തിക്നെസ്സും വളരെ കുറവാണ്. വെറും 10.5 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊജക്ഷനൊന്നും അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് വാച്ചില്ല. കയ്യിൽ ഒതുങ്ങി കിടന്നുകൊള്ളുമെന്ന് ചുരുക്കം. 7 വ്യത്യസ്ത ഇനം വർക്കൗട്ട് മോഡുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, ഇങ്ങനെ 7 വ്യത്യസ്ത ഇനം വർക്കൗട്ട് മോഡുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. മൾട്ടി ആക്ടിവിറ്റി ട്രാക്കർ അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് വാച്ച് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയും ഇതുപോലെ അല്പം മഴ, വെള്ളം നനഞ്ഞാലോ ഒന്നും ഈ ഒരു സ്മാർട്ട് വാച്ചിന് യാതൊരു പ്രശ്നവും വരികയില്ല. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകളാണ് ഇവിടെ കാണുന്നത്. ഈവൻ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ടോഗിൾ. നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ട് ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ ഈവൻ ഫ്ലാഷ് ലൈറ്റ് പോലും നമുക്കുണ്ട്. കണ്ടില്ലേ, സ്ക്രീൻ ഇതുപോലെ ഫുള്ളായിട്ട് ബ്രൈറ്റായി അത്തരത്തിലൊരു ഫ്ലാഷ് ലൈറ്റ് ഓപ്ഷൻ നമുക്കിവിടെ കാണാം. തിയേറ്റർ മോഡ്, അതുപോലെ ടെമ്പറേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മെയിൻ സ്ക്രീനിൽ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ കാണാം. അതുപോലെ വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് ആക്ടിവിറ്റി ട്രാക്കർ കാണാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലീപ്പ് ഡേറ്റ ഇവിടെ കാണും. ഓർക്കുക, ഇതിനായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ കയ്യിൽ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് കിടക്കുമ്പോഴാണ് ഇവിടെ സ്ലീപ്പ് ഡേറ്റ കൃത്യമായിട്ട് കാണിക്കുന്നത്. വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ രീതി ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് സാധിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ ഇവിടെ കാണാം. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് മോഡിലേക്ക്, വ്യത്യസ്ത വർക്കൗട്ട് മോഡുകളിലേക്ക് എത്തും. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെതർ ഫോർകാസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇത് ഷട്ടർ ഓപ്ഷനാണ്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഫോണിലെ
ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ റിമോട്ടിലി നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അതായത് ഫോൺ ദൂരെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്ലൂടൂത്ത് വിസിനിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ കൈ തൊടാതെ നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് കൺട്രോൾ ഓപ്ഷനാണ് വരുന്നത്. ഫോണിലെ മ്യൂസിക് പ്ലെയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇടത്തുനിന്ന് വലത്തേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു എല്ലാ ഓപ്ഷനുകളും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വന്ന് നമുക്ക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെറ്റിങ്സ് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാം. ഈവൻ ഇതിൻ്റെ ഒരു മെനു വ്യൂ ഏത് രീതിയിൽ വേണമെന്ന് തന്നെ നമുക്കിവിടെ തീരുമാനിക്കാം. ഇപ്പോൾ ഒരു ഗ്രിഡ് വ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, അത്തരത്തിലൊരു ഗ്രിഡ് രീതിയിലേക്ക് ഈ ഒരു മെനു സിസ്റ്റം ചേഞ്ച് ആകുന്നതായിട്ടും കാണാം. മെയിൻ സ്ക്രീനിൽ നമ്മൾ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ വാച്ച് ഫേസുകൾ മാറ്റാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് തന്നെ ഏകദേശം 5ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ നിന്നും ഇഷ്ടമുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ കമ്പാനിയൻ ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ക്ലൗഡ് ബേസ് ആയിട്ടുള്ള നിരവധി വാച്ച് ഫേസുകൾ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. അവ ക്ലിക്ക് ചെയ്തുകൊണ്ട് മനോഹരങ്ങളായിട്ടുള്ള മറ്റ് വാച്ച് ഫേസുകളും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനാകും. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് 12 ദിവസത്തെ ബാറ്ററി ലൈഫാണ് pTron അവകാശപ്പെടുന്നത്. എങ്ങനെയായാലും ഒരു 10 ദിവസത്തെ ബാറ്ററി ലൈഫ് എങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് സമ്മാനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ ഒരു വാച്ച് ജസ്റ്റ് ഇപ്പോൾ അൺബോക്സ് ചെയ്തേ ഉള്ളൂ. കൃത്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹാർട്ട് റേറ്റ് സെൻസർ, ബ്ലഡ് പ്രഷർ, അതുപോലെ SpO2 തുടങ്ങിയ കാര്യങ്ങൾ മെഷർ ചെയ്യാമെന്ന് കണ്ടു. പക്ഷേ അതിൻ്റെ ഒരു മെഡിക്കൽ പർപ്പസിന് എത്രത്തോളം അത് ഉപയോഗിക്കാം, അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമായി വീഡിയോ കാണുന്നവർ വിലയിരുത്തേണ്ടതാണ്. ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പവും ആപ്പിൾ ഫോണുകളോടൊപ്പവും പെയർ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് ഒണിക്സ് ബ്ലാക്ക്, സ്പേസ് ബ്ലൂ, സ്യൂട്ട് പിങ്ക് എന്നീ 3 നിറങ്ങളിലാണ് ലഭ്യമാവുക. നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ഒണിക്സ് ബ്ലാക്ക് എന്ന കളർ വേരിയന്റ് ആണ്. ഈ ഒരു വാച്ചിന്റെ ഡിസ്പ്ലേക്ക് താഴെ ഇതുപോലെ ഈ അരികെന്ന് പറയുന്ന ഭാഗം താഴ്ഭാഗത്ത് ഒരു അല്പം സൈസ് കൂടുതലാണ്. അത് വാങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡാഫിറ്റ് എന്ന കമ്പാനിയൻ ആപ്പ് വഴിയാണ് ഇത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടത്. നമ്മുടെ വാച്ചിൽ വരുന്ന ഡേറ്റ കൃത്യമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് സിങ്ക് ആവുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ട് റേറ്റ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ആപ്പ് വഴി നമ്മുടെ ഫോണിലേക്ക് അത് സിങ്ക് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഒരു ഇൻട്രഡക്ടറി പ്രൈസ് ഓഫറിലാണ് 1899 രൂപയ്ക്ക് വിൽക്കുന്നത്. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 1899 രൂപയ്ക്ക് ഈ സ്മാർട്ട് വാച്ച് വാങ്ങിയാൽ ഒരു സ്മാർട്ട് വാച്ച് എന്ന നിലയിൽ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഒരുപാട് ഫീച്ചറുകളൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇതിനകത്ത് കുറ്റം പറയാനില്ല. അതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ഓക്കെയാണ്. ഒരുപാട് നമ്മൾ പ്രതീക്ഷകൾ വയ്ക്കാതെ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ മാത്രം ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കാണണം. കാരണം അത്രയും പ്രൈസ് ഇതിനാകുന്നുള്ളൂ എന്നുള്ളത് വെച്ചുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് pTronന്റെ ഫോഴ്സ് X10E.